ഏതാണ്ട് 400-ലേറെ പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. 47 ജീവിത സമ്പാദ്യവുമെല്ലാം നഷ്ടപ്പെട്ട ഒരു ജനത ഒരു ദിവസം കൊണ്ടാണ് അവരുടെ മണ്ണിൽ നിന്നും തൂത്തെറിയപ്പെട്ടത്. ഇനിയൊരിക്കലും തിരികെ കിട്ടാത്ത വിധം സ്വന്തമായിരുന്നുണ്ടായിരുന്നതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. ദുരന്തം നടന്നതിനു പിന്നാലെ ഇവരെ ചേർത്ത് പിടിക്കാൻ സർക്കാരും സമൂഹവും ഉപാധികളില്ലാതെ മുന്നോട്ട് വന്നിരുന്നു. എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് പ്രതീക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും പുതുജീവൻ പകരുന്ന പ്രഖ്യാപനങ്ങളും ആശ്വാസ നടപടികളും ഈ ഘട്ടത്തിൽ ഉണ്ടായി. ചരിത്ര സമരത്തിന് വേദിയാകാനൊരുങ്ങി ഇതാ ബത്തേരിയുടെ മണ്ണ്. ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങി വേണ്ടിവന്ന ഒരു കൂട്ടം ജനത മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബത്തേരി രൂപതയിലെ യുവജന പ്രസ്ഥാനം MCYM നേതൃത്വം കൊടുക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വെടിത്താരയിലൂടെ കടന്നു വരുന്നത്. നാടിന്റെ നന്മയ്ക്കായി അതിജീവനത്തിന്റെ കരുത്തിനായി മുദ്രാവാക്യങ്ങൾ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് നീതിയുടെ ശക്തനാകാൻ ഇതാ ബത്തേരി രൂപതയിലെ യുവജനങ്ങൾ അണിനിരക്കുന്നു. കാലഘട്ടത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച ധാർമ്മിക യുവജന പ്രസ്ഥാനം MCYM ബത്തേരി രൂപതയിലെ യുവതലമുറ ഗുഡല്ലൂർ കുടിയിറക്കി സമരം മുതൽ അനേകം ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ബത്തേരിയുടെ യുവജന പ്രസ്ഥാനം MCYM മണ്ണിനോടും മലയോടും കുഞ്ഞിനോടും കാടിനോടും പ്രകൃതിയോടും ഇടപെടൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ സ്വത്തും ജീവനും നഷ്ടമായിട്ട് ഇന്നേക്ക് 4 മാസം. വാഗ്ദാനത്തിലും പരസ്യത്തിലും മാത്രം ഒതുങ്ങിപ്പോയ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ എവിടെ പോയി? വാഗ്ദാനത്തിൽ മാത്രം ഈ പ്രക്ഷോഭ റാലിയിൽ പങ്കെടുക്കുന്നു. മാർ അത്തനാസിയോസ് ITA, മാർ ബസേലിയോസ് BEd കോളേജ്, മാർ ബസേലിയോസ് DL കോളേജ്, അൽഫോൺസ കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മുഴുവൻ യുവതി യുവാക്കളും ബത്തേരി രൂപതയിലെ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ MCYM-നോട് അണിചേർന്നുകൊണ്ട് പ്രക്ഷോഭത്തിന്റെ സാധ്യതയുമായി ഇതാ ബത്തേരിയുടെ മണ്ണിൽ നാടിന്റെ നന്മയ്ക്കായി അതിജീവനത്തിന്റെ കരുത്തിനായി മുദ്രാവാക്യങ്ങൾ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് നീതിയുടെ ശക്തമാകാൻ ഇതാ അണിനിരക്കുന്നു. ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു കൂട്ടം ജനത മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബത്തേരി രൂപതയിലെ യുവജന പ്രസ്ഥാനം MCYM നേതൃത്വം കൊടുക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നത്. മണ്ണിനോടും സ്വന്തം ജീവനും നഷ്ടമായിട്ട് അവകാശങ്ങൾ നേടും വരെയും ഇല്ല ഇല്ല പുറകോട്ടില്ല, ഓരോ ചുവടും മുന്നോട്ട്, നീതിക്കായി മുന്നോട്ട്, കേട്ടോ കേട്ടോ അധികാരികളെ, കണ്ണുമൂടിയിരിക്കും നിങ്ങൾ, കണ്ണു തുറക്കും വരെയും ഞങ്ങൾ, നീതിക്കായി പോരാടും. ആരിത് പറയുന്നറിയാമോ?
ആരിത് പറയുന്നറിയാമോ? വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത. പ്രതിഷേധം 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 പ്രതിഷേധം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. MCYM സിന്ദാബാദ്, MCYM സിന്ദാബാദ്. ഒന്നിച്ചൊന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം. ഓരോ ചുവടും മുന്നേറാം, ഓരോ ചുവടും മുന്നേറാം. MCYM ബത്തേരി രൂപതയിലെ യുവജനങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതാ ബത്തേരിയുടെ മണ്ണിലേക്ക് പ്രക്ഷോഭത്തിന്റെ ജ്വാലകളുമായി ഇതാ അണിനിരക്കുകയായി. നീതി പാറി പറക്കട്ടെ, മാനമുട്ട പറക്കട്ടെ, മാനവ ഹൃദയം ഉണരട്ടെ, മാലോകർ അണിചേരട്ടെ, അതിജീവനം വേഗമാകട്ടെ എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ബത്തേരിയിലെ യുവജനങ്ങൾ, ബത്തേരി രൂപതയുടെ ധാർമ്മിക യുവജന പ്രസ്ഥാനമായ MCYM ഇതാ പ്രക്ഷോഭത്തിലേക്ക്. അനീതിക്കെതിരെ ശക്തമായ അനവധി നിരവധി പോരാട്ട സമരങ്ങൾ നടത്തി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഒപ്പം നിന്ന് യുവജന ശബ്ദമുണരുമ്പോൾ, യുവജന ശബ്ദമുണരുമ്പോൾ, അവകാശങ്ങൾ നേടും വരെയും, അവകാശങ്ങൾ നേടും വരെയും, അവകാശങ്ങൾ നേടും വരെയും, അവകാശങ്ങൾ നേടും വരെയും. ഇല്ല ഇല്ല പുറകോട്ടില്ല, ഇല്ല ഇല്ല പുറകോട്ടില്ല, ഇല്ല ഇല്ല പുറകോട്ടില്ല, ഇല്ല ഇല്ല പുറകോട്ടില്ല. ഓരോ ചുവടും മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്, ഓരോ ചുവടും മുന്നോട്ട്. നീതിക്കായി മുന്നോട്ട്, നീതിക്കായി മുന്നോട്ട്, നീതിക്കായി മുന്നോട്ട്, നീതിക്കായി മുന്നോട്ട്. കേട്ടോ കേട്ടോ അധികാരികളെ, കേട്ടോ കേട്ടോ അധികാരികളെ, കേട്ടോ കേട്ടോ അധികാരികളെ, കേട്ടോ കേട്ടോ അധികാരികളെ. കണ്ണുമൂടിയിരിക്കും നിങ്ങൾ, കണ്ണുമൂടിയിരിക്കും നിങ്ങൾ, കണ്ണുമൂടിയിരിക്കും നിങ്ങൾ, കണ്ണുമൂടിയിരിക്കും നിങ്ങൾ. കണ്ണു തുറക്കും വരെയും ഞങ്ങൾ, കണ്ണു തുറക്കും വരെയും ഞങ്ങൾ, കണ്ണു തുറക്കും വരെയും ഞങ്ങൾ, കണ്ണു തുറക്കും വരെയും ഞങ്ങൾ. നീതിക്കായി പോരാടും, നീതിക്കായി പോരാടും, നീതിക്കായി പോരാടും, നീതിക്കായി പോരാടും. ആരിത് പറയുന്നറിയാമോ, ആരിത് പറയുന്നറിയാമോ? വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത. നാണമില്ല സർക്കാരെ, നാണമില്ല സർക്കാരെ, നാണമില്ല സർക്കാരെ, നാണമില്ല സർക്കാരെ. ഒരു പേരും ചോദിക്കാതെ, ഒരു പേരും ചോദിക്കാതെ, ഒരു പേരും ചോദിക്കാതെ, ഒരു പേരും ചോദിക്കാതെ. പുനരധിവാസം സാധ്യമാക്കോ, പുനരധിവാസം സാധ്യമാക്കോ, പുനരധിവാസം സാധ്യമാക്കോ. അന്നം നൽകും പാവങ്ങളെ, അന്നം നൽകും പാവങ്ങളെ. തള്ളി പറയും അധികാരികളെ, തള്ളി പറയും അധികാരികളെ. ആപത്താണിത് ഓർത്തോളൂ, ആപത്താണിത് ഓർത്തോളൂ, ആപത്താണിത് ഓർത്തോളൂ, ആപത്താണിത് ഓർത്തോളൂ. പ്രതിഷേധം 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 പ്രതിഷേധം. നീതിക്കായി പ്രതിഷേധം, നീതിക്കായി പ്രതിഷേധം. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. മറ്റുള്ള യുവജന പ്രസ്ഥാനത്തിന് ഒരിക്കലും കഴിയുകയില്ല. ഈ പ്രസ്ഥാനം ഒരിക്കലും അങ്ങനെ മിണ്ടാതിരിക്കുകയുമില്ല. അനീതിക്കെതിരെ നാടിന്റെ നന്മയ്ക്കായി, അതിജീവനത്തിന്റെ കരുത്തിനായി മുദ്രാവാക്യങ്ങൾ വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് നീതിയുടെ ശബ്ദമാകാൻ ബത്തേരി രൂപതയുടെ യുവജനങ്ങൾ, യുവജന പ്രസ്ഥാനം MCYM ഇതാ പ്രക്ഷോഭത്തിന്റെ അഗ്നിജ്വാലയുമായി MCYM സിന്ദാബാദ്, MCYM സിന്ദാബാദ്, MCYM സിന്ദാബാദ്, MCYM സിന്ദാബാദ്. ഒന്നിച്ചൊന്നായി മുന്നേറാം, ഒന്നിച്ചൊന്നായി മുന്നേറാം. ഓരോ ചുവടും മുന്നേറാം, ഓരോ ചുവടും മുന്നേറാം, ഓരോ ചുവടും മുന്നേറാം, ഓരോ ചുവടും മുന്നേറാം. തകരുകയില്ല, തളരുകയില്ല, തളരുകയില്ല, തളരുകയില്ല.
തകരുകയില്ല ദൈവമക്കൾ മുന്നോട്ട് അണയുകയില്ല പതറുകയില്ല അണയുകയില്ല പതറുകയില്ല ഓരോ ചുവടും മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് ആരിത് പറയുന്നറിയാമോ MC വയ്യ പറയുന്നു പ്രതിഷേധം MC വയ്യ പ്രതിഷേധം MC വയ്യ പ്രതിഷേധം പോരാട്ടത്തിന്റെ യുവജന ശബ്ദമുയരുമ്പോൾ അവകാശങ്ങൾ നേടും ഓരോ ചുവടും മുന്നോട്ട് നീതിക്കായി മുന്നോട്ട് കേട്ടോ അധികാരികളെ കണ്ണുമൂടിയിരിക്കും നിങ്ങൾ കണ്ണു തുറക്കും വരെയും ഞങ്ങൾ നീതിക്കായി പോരാടോ ആരത് പറയുന്നറിയാമോ വയനാടിന്റെ യുവജനത ഓരോ ചുവടും മുന്നോട്ട് നീതിക്കായി മുന്നോട്ട് ഓർത്തോർത്ത് കളിച്ചോ ആരിത് പറയുന്നറിയാമോ വയനാടിന്റെ യുവജനത പ്രതിഷേധം ഇൻകുലാബ് സിന്ദാബാദ് നാളമില്ല സർക്കാരേ പുനരധിവാസം സാധ്യമാക്കൂ അന്നം നൽകും പാവങ്ങളെ നമ്മുടെ നാടിന്റെ നന്മയ്ക്കായി
അതിജീവനത്തിന്റെ കരുത്തിനായി ഒന്നിച്ചൊന്നായി നീതിക്ക് വേണ്ടി അണിചേർന്ന് അതിർവരമ്പുകൾ ബോധിച്ച ധാർമ്മിക യുവജന പ്രസ്ഥാനം MCYM ബത്തേരി യുവതിയുടെ യുവതലമുറ ഗൂഡല്ലൂർ കുടിയിറക്ക് സമരം മുതൽ അനേകം ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ബത്തേരിയുടെ യുവജന പ്രസ്ഥാനം ചരിത്ര സമരത്തിന് വേദിയാകാൻ ഒരുങ്ങിയത് ബത്തേരിയുടെ മണ്ണ്. മുണ്ടക്കൈ ദുരന്ത ബാധിതരുടെ പുനരധിവാസം വൈകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബത്തേരി യുവതിയുടെ യുവജന പ്രസ്ഥാനം MCYM നേതൃത്വം കൊടുക്കുന്ന പ്രതിഷേധ റാലിയാണ് ഈ വഴിക്കാരിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിനോടും മലയോടും കുന്നിനോടും കാടിനോടും പ്രകൃതിയോടും ഇടപഴകി ജീവിച്ചിരുന്ന ഒരു സമൂഹത്തിന്റെ ജീവനം നഷ്ടമായിട്ട് ഇന്നേക്ക് 4 മാസം. വാഗ്ദാനത്തിലും പരസ്യത്തിലും സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ ഇവിടെ നിഷേധിച്ചുകൊണ്ട് അതിജീവനത്തിന്റെ ആവശ്യമായി വിജയങ്ങൾ ഉയർത്തിക്കൊണ്ട് അവകാശങ്ങൾ നേടും വരെയും അവകാശങ്ങൾ നേടും വരെയും ഇല്ല ഇല്ല പുറകോട്ടില്ല ഇല്ല ഇല്ല പുറകോട്ടില്ല ഓരോ ചുവടും മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് ഓരോ ചുവടും മുന്നോട്ട് നീതിക്കായി മുന്നോട്ട് നീതിക്കായി മുന്നോട്ട് കേട്ടോ കേട്ടോ അധികാരികളെ കേട്ടോ കേട്ടോ അധികാരികളെ കേട്ടോ കേട്ടോ അധികാരികളെ കേട്ടോ കേട്ടോ അധികാരികളെ കണ്ണുമൂടിയിരിക്കും നിങ്ങൾ കണ്ണുമൂടിയിരിക്കും നിങ്ങൾ കണ്ണുമൂടിയിരിക്കും നിങ്ങൾ കണ്ണുമൂടിയിരിക്കും നിങ്ങൾ കണ്ണു തുറക്കും വരെയും ഞങ്ങൾ കണ്ണു തുറക്കും വരെയും ഞങ്ങൾ കണ്ണു തുറക്കും വരെയും ഞങ്ങൾ കണ്ണു തുറക്കും വരെയും ഞങ്ങൾ നീതിക്കായി പോരാടും നീതിക്കായി പോരാടും. ആരിത് പറയുന്നറിയാമോ ആരിത് പറയുന്നറിയാമോ വയനാടിന്റെ യുവജനത വയനാടിന്റെ യുവജനത വയനാടിന്റെ യുവജനത വയനാടിന്റെ യുവജനത പ്രതിഷേധം 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 ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് MCYM സിന്ദാബാദ് MCYM സിന്ദാബാദ് ഒന്നിച്ചൊന്നായി മുന്നേറാം ഒന്നിച്ചൊന്നായി ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും ഇതാ ബത്തേരിയുടെ മണ്ണിലേക്ക് പ്രക്ഷോഭത്തിന്റെ ജ്വാലകളുമായി ആരിത് പറയുന്നറിയാമോ ആരിത് പറയുന്നറിയാമോ ആരിത് പറയുന്നറിയാമോ ആരിത് പറയുന്നറിയാമോ പ്രതിഷേധം 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 ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ്.
ഓരോ ചുവടും മുന്നോട്ട് അറിയാമോ വയനാടിന്റെ യുവജനത ഓർത്ത് കളിച്ചോ ജയ് 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 എം സി വൈ
തകരുകയില്ല, തളരുകയില്ല, അണയുകയില്ല, പതറുകയില്ല. ഓരോ ചുവടും മുന്നോട്ട്. ആരിത് പറയുന്നറിയാമോ? വയനാടിന്റെ യുവജനത, വയനാടിന്റെ യുവജനത, പ്രതിഷേധം, 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 പ്രതിഷേധം. നാടിനെ നടുക്കിയ ഒരു മഹാദുരന്തം നടന്നപ്പോൾ കേരള ജനത മുഴുവൻ ഒരു മനസ്സോടെ കൈകോർത്തു നിന്ന് രാവുകളെ പകലുകളാക്കി നിരവധി ദിവസങ്ങളോളം അവരെ തിരികെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നടത്തിയ പ്രവർത്തനങ്ങൾ നാം കണ്ടതാണ്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ഒരുപാട് പേരും ഒരുപാട് സംഘടനകളും നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ എല്ലാം തന്നെ നമ്മുടെ നാടിന് നൽകിയ മാതൃക വളരെ വലുതാണ്. പക്ഷേ ഒരു ജനതയുടെ തിരിച്ചുവരവ് അത് വെറും വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി അധികാരികൾ മൗനം നടിക്കുമ്പോൾ അത് കണ്ടു മിണ്ടാതെയിരിക്കാൻ കേരളത്തിലെ നട്ടിലുള്ള യുവജന പ്രസ്ഥാനത്തിന് ഒരിക്കലും കഴിയുകയില്ല. ഈ പ്രസ്ഥാനം അങ്ങനെ മിണ്ടാതിരിക്കുകയുമില്ല. അനീതിക്കെതിരെ ശക്തമായ നിരവധി സമര പോരാട്ടങ്ങൾ നടത്തി പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ ഒപ്പം നിന്ന് സമൂഹത്തിൽ അനീതിക്കെതിരെ പോരാടുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ശക്തരായ യുവജനങ്ങൾ ഇന്നിതാ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു മഹാദുരന്തം നടന്ന് ആ ജനതയുടെ പുനരധിവാസം ഉടൻ നടപ്പാക്കുമെന്ന് പറഞ്ഞ് ദുരന്തമുഖത്തു നിന്ന് നടന്നു നീങ്ങി. അത് നടപ്പിലാക്കേണ്ട അധികാരവർഗം അത് വെറും കടലാസിൽ മാത്രം ഒതുക്കി നിർത്തി തിരിഞ്ഞു നോക്കാതെ പോകുമ്പോൾ അവരെ ചേർത്തു നിർത്തി അവരുടെ അവകാശങ്ങൾക്കായി അവരുടെ ആവശ്യങ്ങൾക്കായി എന്നും ഒപ്പം പോരാട്ടം നയിക്കാൻ ഈ പ്രസ്ഥാനവും അതിന്റെ പ്രവർത്തകരും കൂടെ ഉണ്ടാകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അഭിമന്യ പിതാവിനെയും മറ്റു വിശിഷ്ട വ്യക്തികളെയും ഏറെ സ്നേഹത്തോടെ ഈ നിരാഹാര സമരപന്തലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ അഭിമന്യ പിതാവ് ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന സമര നേതാക്കന്മാർക്ക് MCYM പതാകയുടെ കൊടി അണിയിച്ചുകൊണ്ട് MCYMന്റെ കരുത്തനായ പ്രസിഡന്റിന് അഭിമന്യ പിതാവ് കൊടി അണിയിക്കുന്നു. പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി അഞ്ജിത നജി, കൽപ്പറ്റ മേഖലയുടെ പ്രസിഡന്റ് ഇടക്കര മേഖലയിൽ നിന്ന് വിജി, ബത്തേരി മേഖലയിൽ നിന്ന് അനുമോൾ ഏരിയാസ്, മാനന്തവാടി മേഖലയിൽ നിന്ന് അനിൽക, കാസർഗോഡ് മേഖലയിൽ നിന്ന് ജറാൾ, പുൽപ്പള്ളി മേഖലയിൽ നിന്ന് അഖിൽ, നിലമ്പൂർ മേഖലയിൽ നിന്നും ജഫി, കണ്ണൂർ മേഖലയിൽ നിന്ന് ടോംസൺ,
എല്ലാവരെയും MCVM ഡയറക്ടർ വേദിയിലേക്ക് എത്തിക്കുന്നു. ഈ ഉപവാസ സമരത്തിന് പങ്കെടുക്കുന്നതിനായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഈ സ്വതന്ത്ര മൈതാനിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ ഉപവാസ സമരത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുക. നമ്മുടെ ഔദ്യോഗികമായ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഉദ്ഘാടന സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി MCVM പ്രസ്ഥാനത്തിന്റെ കരുത്തനായ സാരഥി ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ എബി എബ്രഹാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവേ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാരിക്കാടൻ, ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ സെബാസ്റ്റ്യൻ കീപ്പള്ളിയിലച്ച, ഞങ്ങളുടെ രൂപത ഡയറക്ടർ ഗീവർഗീസ് മടത്തിലച്ച, ഈ ബത്തേരി മേഖലയുടെ പ്രോട്ടൽ വികാരി ജേക്കബ് ഒറവയ്ക്കലച്ച, അതുപോലെ വികാരി ജനറലായിരിക്കുന്ന ഓലിക്കലച്ച, മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, ഇന്ന് നമ്മളോടൊപ്പം മുണ്ടക്കയിലെ ദുരന്തബാധിതരായിട്ടുള്ള 2 പേരും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. മനോജേട്ട, അതുപോലെ വിജയൻ. പിന്നെ ഇന്നത്തെ താരങ്ങളായ പ്രിയ സമരഭടന്മാരെ, അതുപോലെ എൻ്റെ പ്രിയ യുവജന സുഹൃത്തുക്കളെ, ജൂലൈ 30 ഈ ലോകം വിറങ്ങലിച്ചുകൊണ്ട് എഴുന്നേറ്റ ഒരു ദിവസം. രാവിലെ പത്രമാധ്യമങ്ങൾ തുറക്കുമ്പോൾ നാം കാണുന്നത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്നറിയാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഒരു നാട്. ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ കളക്ഷൻ പോയിന്റുകളായും അതുപോലെ സഹായഹസ്തങ്ങളുമായി ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങിയത് ഈ MCVM ജനതയാണ്. എന്നാൽ ഇന്ന് 4 മാസങ്ങൾ പിന്നിട്ടിട്ടും ഈ ദുരന്ത ബാധിതർക്ക് വേണ്ട നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എവിടെയാണ് പിഴവ്? ആർക്കാണ് പിഴവ്? ആരാണ് കണ്ണു തുറക്കേണ്ടത്? അധികാരികൾ കണ്ണു തുറക്കും വരെയും ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഈ യുവജനങ്ങൾ, ഞങ്ങളുടെ സമരഭടന്മാർ, സമരമുറ തുടർന്നുകൊണ്ട് തന്നെയിരിക്കുമെന്ന് ഇവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അധികാരികളെ, നിങ്ങൾ ഒന്നോർക്കുക, ഇവിടെ വെറുതെ ഒന്ന് പന്തൽ വലിച്ചു കെട്ടി 4 ജയം വിളിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഞങ്ങൾ ഈ യുവജന സമൂഹത്തിന്റെ സമരം. നീതി വേണ്ടവർക്ക് നീതി ലഭിക്കുന്നത് വരെ, ഞങ്ങളുടെ അവസാനം വരെ ഞങ്ങൾ ഈ സമരമുറ മുന്നിട്ട് കൊണ്ട് തന്നെയിരിക്കുമെന്ന് ഉറക്കെ പറയുകയാണ്. ഈ കോരിച്ചൊരിയുന്ന മഴയത്തും കണ്ണൂരിൽ നിന്നും, കാസർഗോഡ് നിന്നും, മലപ്പുറത്ത് നിന്നും, നീലഗിരിയിൽ നിന്നും, കോഴിക്കോട് നിന്നും, ഈ വയനാട്ടിൽ നിന്നും ഇവിടെ ഇന്ന് ഈ ജനം കൂടിയിട്ടുണ്ടെങ്കിൽ ചുവപ്പും വെള്ളയും മഞ്ഞയും കലർന്ന ഈ മൂവർണ്ണ കൊടിയുടെ കീഴിൽ മാറ്റപ്പെടേണ്ടവയെ മാറ്റുവാനും മാറ്റപ്പെടേണ്ടാത്തവരോട് പൊരുത്തപ്പെടുവാനും നട്ടലുള്ള യുവജനങ്ങളാണ് ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഈ ദുരന്ത ബാധിതർ, ഞങ്ങളുടെ ഈ സഹോദരങ്ങൾക്ക് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ MCVM യുവജന മക്കൾ സമരമുറകളായി നിങ്ങളുടെ പുറകെ തന്നെ ഉണ്ടാകും.
നിങ്ങളുടെ ഉറക്കം കെടുന്നത് വരെ ഞങ്ങൾ പുറകെ തന്നെ ഉണ്ടാകുമെന്ന് ഉറക്കെ ആഹ്വാനം ചെയ്യുകയാണ്. ആരോ എവിടെയോ പറഞ്ഞതുപോലെ കുഴിമന്തി കഴിച്ചും പബ്ജി കളിച്ചും മന്ദീഭവിച്ച യുവജനങ്ങളെ മാത്രമായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. എന്നാൽ തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും നട്ടലോടെ നെഞ്ചു വിരിച്ച് തലയുയർത്തിപ്പിടിച്ച് പറയാൻ കെൽപ്പുള്ള മക്കളാണ് ഞങ്ങൾ MCYM-ന്റെ മക്കൾ ഇന്നിവിടെ അണിനിരന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഈ നീതി ലഭിക്കേണ്ടത് നീതി നിങ്ങൾ കൊടുത്തേ മതിയാവൂ. അത് നീതി ലഭിക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. ഇനി എന്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഇവിടെ അധ്യക്ഷനായി എത്തിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ രൂപത അധ്യക്ഷൻ അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവ് ഞങ്ങൾ യുവജനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ വേണ്ട രീതിയിൽ നൽകുവാനും ഞങ്ങൾക്കൊരു മാർഗപാത പറഞ്ഞു തരുവാനും ഒക്കെ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ പിതാവ്, ഞങ്ങളുടെ ജോസഫ് പിതാവിനെ ഞങ്ങൾ ഈ യുവജന മക്കളുടെ പേരിൽ ഈ സമരപന്തലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന സിറിയക്കേട്ടൻ, KCYM പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന് ഇന്ന് കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി നിലകൊള്ളുന്ന ഞങ്ങളുടെ ഏറ്റവും പ്രചോദനമായ സിറിയക്കേട്ടനെ ഹാർദവമായി ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ രൂപതയുടെ മുഖ്യ വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ കീപ്പള്ളിൽ അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഈ സമരവേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന സിസ്റ്റേഴ്സ്, അതുപോലെ കിരൺ സിസ്റ്റർ നമ്മുടെ ബത്തേരി പ്രൊവിൻഷ്യൽ കൗൺസിലറാണ്. അതുപോലെ ഇന്നിവിടെ നമ്മളോട് കുറച്ചു നേരം സംസാരിക്കാനായി ആ ദുരന്ത മുഖത്ത് നിന്നും വന്നിട്ടുള്ള നമ്മുടെ മനോജേട്ടൻ വിജയേട്ടൻ, അതുപോലെ MCAയുടെ മേഖലാ പ്രസിഡന്റ് ചെറിയാൻ മടത്തിൽ സാർ, ഈ സമരഭടന്മാർ, അതുപോലെ യുവജന മക്കൾ, നിങ്ങളെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും എല്ലാവരുടെയും പേരിൽ ഈ ഒരു വേദിയിലേക്ക് എല്ലാ യുവജന സുഹൃത്തുക്കളെയും ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ നാട്ടുകാരെയും ഈ സമരപന്തലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ, ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന ഈ മക്കൾ ഇവരാരും വെറുതെ ജോലിയില്ലാത്തവരോ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞിരുന്ന് നടക്കുന്നവരോ അല്ല. എല്ലാവരുടെ ജോലി കളഞ്ഞും അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സുകളെല്ലാം കളഞ്ഞും ഇവിടെ കൂടിയിരിക്കുന്നവരാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, ഇരു കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാൻ മാത്രമല്ല, വേണ്ടി വന്നാൽ ഇരു കരങ്ങൾ പ്രയോഗിക്കാനും ഞങ്ങൾക്ക് യാതൊരു പേടിയുമില്ല എന്ന് അധികാരികളെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരം ഇവിടെ ആരംഭിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് MCYM. സ്വാഗതം ആശംസിച്ച MCYM ബത്തേരി രൂപതയുടെ പ്രസിഡന്റിനെയും ഈ സമരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബത്തേരി രൂപതയുടെ അധ്യക്ഷൻ, CBCI വൈസ് പ്രസിഡന്റ്, അതിലുപരി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ രക്ഷാധികാരി, വയനാടിന്റെ എല്ലാ ആവശ്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ, നാനാജാതി മതസ്ഥരെ ഒന്നിച്ചുകൊണ്ടുന്ന വയനാടിന്റെ പൊതുപിതാവ് എന്നറിയപ്പെടുന്ന അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. MCYM-ന്റെ രൂപത പ്രസിഡന്റ് പ്രിയപ്പെട്ട എബി എബ്രഹാം, നമ്മളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന KCYM-ന്റെ മുൻ പ്രസിഡന്റും ഇപ്പോൾ കേരള യൂത്ത് ഫ്രണ്ട് പ്രസിഡന്റുമായ ശ്രീ ചാഴിക്കാടൻ, രൂപതയുടെ മുഖ്യ വികാരി ജനറൽ, ചൂരൽ നദിയിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട മനോജ്, അദ്ദേഹത്തിൻ്റെ കൂടെയായിരിക്കുന്ന പ്രിയപ്പെട്ട വിജയൻ, നമ്മളുടെ MCYM-ന്റെ സ്പിരിച്വൽ ഡയറക്ടേഴ്സായ
ബഹുമാനപ്പെട്ട മുടപ്പിലച്ചൻ, ചേലമരമ്പത്തച്ഛൻ, മറ്റ് വൈദിക സഹോദരങ്ങളെ, സിസ്റ്റേഴ്സ്, നമ്മളുടെ രവതയുടെ വിദ്യാഭാഗങ്ങളിൽ നിന്ന് പ്രാതിനിധ്യ സ്വഭാവത്തിൽ ഇവിടെ ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന MC-YM ഭടന്മാരെ, ഏറ്റവും സ്നേഹമുള്ള യുവജനങ്ങളെ, സഹോദരങ്ങളെ, വളരെയേറെ പ്രാധാന്യമുള്ള പൊതു ശ്രദ്ധ ആകർഷിക്കേണ്ട ഒരു ഉപവാസ സമരമാണ് ഇവിടെ നടക്കുന്നത്. സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന് ഇടയായ മുണ്ടക്കൈ ചൂരൽമലയിലെ സഹോദരങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവർക്ക് അർഹമായ പിന്തുണ, അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പരിരക്ഷ ലഭ്യമാക്കണമെന്ന് ഈ പൊതുസമൂഹത്തോട്, അധികാരികളോട് ശക്തമായ ഭാഷയിൽ അറിയിക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ MC-YM നേതാക്കന്മാരെയും പ്രവർത്തകരെയും നമ്മുടെ രൂപതയുടെ പേരിൽ ഹൃദയംഗമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. എല്ലാവിധമായ ആശംസകളും സമർത്ഥമായി നേരുകയാണ്. യുവജനങ്ങളാണ് ഒരു രാഷ്ട്രത്തിന്റെ, സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയും. നാളത്തെ സമൂഹം എങ്ങനെയായിരിക്കണം എന്ന് ഭാവന ചെയ്യുന്നതും അവരാണ്. ഈ സമരം ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോടോ അധികാരികളോടോ ഉള്ള ഒരു പ്രതിഷേധ സമരമല്ല എന്ന് ആദ്യമേ ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത് പാവപ്പെട്ടവരുടെ അർഹമായ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കണം, അത് വേഗം എത്തിച്ചു കൊടുക്കണമെന്ന് ഈ പൊതുസമൂഹത്തോട് വ്യക്തമായി അറിയിക്കുവാനുള്ള ഒരു സമരമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹവും ഉത്തരവാദപ്പെട്ടവരും അനാസ്ഥ കാണിക്കുമ്പോൾ, അലസത കാണിക്കുമ്പോൾ അത് പാടില്ല എന്ന് നമ്മളുടെ ഈ സമൂഹത്തോട് പ്രഖ്യാപിക്കുവാൻ മലങ്കര കാതലിക് യൂത്ത് മൂവ്മെന്റ് കാണിച്ച ഈ ഒരു വലിയ സന്മനസ്സിന് സഭയുടെ പേരിൽ അഭിമാനം കൊള്ളുകയാണ്. എല്ലാ MC-YM പ്രവർത്തകരെയും നിങ്ങളെ പ്രാതിനിധ്യ സ്വഭാവത്തോടെയാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് എന്ന് എനിക്കറിയാം. നമ്മുടെ 10 വൈദിക ജില്ലകളിൽ നിന്നും MC-YM-ന്റെ പ്രസിഡന്റന്മാര്, അതുപോലെ തന്നെ മറ്റ് ഔദ്യോഗിക ഭാരവാഹികൾ ഈ സ്റ്റേജിൽ മൗനമായി ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് മുണ്ടൻമല, ചൂരക്കായി തുടങ്ങിയ സ്ഥലങ്ങളിൽ വേദനിക്കുന്ന കുടുംബങ്ങളോട്, സഹോദരങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ സൗമനസ്യം, ഐക്യദാർഢ്യം, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഈ സകല സമരം വിജയിക്കും. ഇത് വിജയിച്ച് മുണ്ടൻമല, അതുപോലെ തന്നെ നമുക്കറിയാം മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്രയും വേഗം പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തണമെന്നുള്ള യുവജനങ്ങളുടെ ആവശ്യം, ഈ ആവശ്യം നിറവേറ്റുന്നത് വരെ MC-YM സമരപാതയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രത്യേകമായിട്ടിവിടെ അറിയിക്കുകയാണ്. ഇതൊരു സൂചനയുടെ സമരം മാത്രമാണ്. നിങ്ങൾ മാത്രമോ അല്ലെന്നുവരികിൽ ഇവിടുത്തെ രൂപതയെ മാത്രമല്ല, പൊതു സമൂഹമെല്ലാം ഇതിനോട് ചേർന്ന് നിൽക്കുന്നു. കേരള കത്തോലിക്ക സഭ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു, ഭാരത കത്തോലിക്ക സഭ ഇതിനോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് ഞാൻ അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഒരു സൂചനയായ ഉപവാസ സമരമാണിത്. ഈ സൂചന സമരം അതിന്റെ ഫലം കാണുന്നില്ല എന്നവരിൽ കേരളത്തിലെ ലക്ഷാഭിലക്ഷം വരുന്ന MC-YM-ന്റെ മുൻ പ്രസിഡന്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും ഈ സമരം ആവർത്തിക്കുമെന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ കൊണ്ട് തീർന്നില്ല എന്നവരില് ഇന്ത്യയിലെ 174 രൂപതകളിലെ യുവജനങ്ങൾ CBCയുടെ ആഭിമുഖ്യത്തിൽ പാർലമെന്റ് ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങളിൽ സമരവുമായി കടന്നു വരുമെന്ന്
പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊരു സമരത്തിന് വേണ്ടിയുള്ള സമരമല്ല, മറിച്ച് പാവപ്പെട്ട മനുഷ്യരൊക്കെ ജീവിക്കുവാൻ, നിങ്ങൾക്കറിയാം ഈ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ തന്നെ പുനരധിവാസ വീടുകളിൽ താമസിക്കുന്നതായ മുണ്ടക്കായി ചുരൽമലയിലെ സഹോദരങ്ങളുണ്ട്. കഴിഞ്ഞ ഒരു ദിവസം ഈ മുനിസിപ്പാലിറ്റിയിലെ ഒരു സഹോദരന് പറഞ്ഞാണ് അവർക്ക് അരി കിട്ടുന്നില്ല ആഹാരം കഴിക്കുവാൻ, അവർക്ക് അത്യാവശ്യമായി വാഗ്ദാനം ചെയ്ത പണം ലഭിക്കുന്നില്ല, കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഫീസ് ലഭിക്കുന്നില്ല, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ അനാഥ കുഞ്ഞുങ്ങളെ നോക്കുവാൻ ആളില്ലാത്ത സംവിധാനമായി കഴിഞ്ഞുവെന്നാണ്. നമുക്കറിയാം 4 മാസങ്ങൾക്ക് മുമ്പ് ഈ മുണ്ടക്കൈ ചുരമായ പ്രദേശത്ത് ഓടി വന്ന ലക്ഷാദലക്ഷം ആൾക്കാരുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള, നമുക്കറിയാം മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, MP-മാരുണ്ട്, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആൾക്കാരുണ്ട്. നമ്മളിവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അവർക്ക് അർഹമായ അനേകം ആൾക്കാർ സംഭാവനകൾ ചെയ്ത തുകയുണ്ട്, വാഗ്ദാനം ചെയ്ത ഭൂമിയുണ്ട്. അപ്പോൾ കൃഷി നഷ്ടപ്പെട്ടവർക്ക്, ഭൂമി നഷ്ടപ്പെട്ടവർക്ക്, ഭവനം നഷ്ടപ്പെട്ടവർക്ക്, അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള എല്ലാ ഉപാധികളും നഷ്ടപ്പെട്ടവർക്ക് അത് എത്രയും വേഗം കൊടുക്കണം എന്നുള്ളതാണ് MCBM-ന്റെ ഈ യുവജന പ്രസ്ഥാനത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത്. അത് നമുക്കറിയാം ഒരു വലിയ മനുഷ്യ അവകാശത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഈ ലോകത്ത് നമ്മളെ പോലെ ആത്മാഭിമാനത്തോടെ ജീവിക്കുവാനായിട്ടുള്ള അവസരം സൃഷ്ടിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം മുണ്ടക്കൈ ചുരലമലയിൽ നിന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന 2 സഹോദരങ്ങള്, മനോജും പ്രിയപ്പെട്ട വിജയനും, അവരിങ്ങനെ ഓടി നടന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഒരു ഗവൺമെന്റിനോട്, സമൂഹത്തോട് വിലപിക്കേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ശാപമായി നമ്മൾ കാണുകയാണ്. അവരിൽ ഒരു വേദിയിലും ചെല്ലാതെ അവരുടെ നഷ്ടപ്പെട്ടു പോയ ആ സമ്പത്ത്, അവരുടെ മാതാപിതാക്കള്, സഹോദരങ്ങള് എല്ലാം നഷ്ടപ്പെട്ട അഗതികള്, അവരെല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ തക്കവണ്ണം അവർക്ക് അർഹമായ ഭൂമിയും ഭവനവും ജീവന ഉപാധികളും എത്രയും വേഗം അധികാരികൾ നൽകണം എന്നുള്ളത് ഈ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകമായ ആവശ്യമാണ്. ഈ കൂടിവരവിന്റെ ഉപവാസ സമരത്തിന്റെ പ്രത്യേകമായ ആവശ്യമാണ്. അത് ഒരിക്കൽ കൂടി ശക്തമായി അധികാരികളെ അറിയിക്കുകയാണ്. ഈ സൂചന ഉപവാസം കൊണ്ട് ഇത് നിവർത്തിക്കപ്പെടുന്നില്ല എന്നിവരുകൾ വരും നാളുകളിലെ കൂടുതൽ ശക്തമായ സമരം യുവജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരോടുമുള്ള വിദ്വേഷമില്ല. ഇത് ഒരു വലിയ അവകാശ സമരം, സഹന സമരമാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രസംഗത്തിനുള്ള ഒരു വലിയ വേദിയേക്കാൾ കൂടുതൽ ഈ സമരത്തോട് ചേർന്നിരിക്കുന്ന വൈദികരെയും സന്യസ്തരെയും, അതുപോലെ തന്നെ നമ്മളുടെ ആത്മായ പ്രവർത്തകരെയും, നമ്മുടെ മറ്റ് വൈദിക ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നതായിട്ടുള്ള നമ്മുടെ സമര ഭടന്മാരെയും, അതിലെല്ലാം ഉപരിയായി നമ്മളുടെ കേരളത്തിന്റെ അഭിമാനമായ, സഭയുടെ അഭിമാനമായ മുൻ MCBM-ന്റെ പ്രസിഡന്റ് ശ്രീ കെ ചാഴിക്കാടൻ, ഇപ്പോൾ യൂത്ത് ഫ്രണ്ടിന്റെ കേരള പ്രസിഡന്റായിരിക്കുന്ന ചാഴിക്കാടന്റെ സാന്നിധ്യം പ്രത്യേകം നിങ്ങൾക്കുള്ള ഒരു പ്രചോദനമായി, അദ്ദേഹത്തിന്റെ മാതൃകയും സാന്നിധ്യ യുവജനങ്ങൾക്ക് നല്ല ഒരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട്, നിങ്ങളെല്ലാവരെയും അനുമോദിച്ചുകൊണ്ട്, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ജയ് ജയ് MCBM. നന്ദി അഭിമന്യ പിതാവേ. അടുത്തതായി ബത്തേരി രൂപത യുവജന പ്രസ്ഥാനം നേതൃത്വം കൊടുക്കുന്ന ഈ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായും ഈ സമ്മേളനത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനുമായി വളരെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെ പ്രവർത്തിച്ച് ശക്തമായ നേതൃത്വ ആർജവം നേടിയെടുത്ത് കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനമായ KCYM-ന്റെ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, അതുപോലെ നിരവധി പദവികൾ അലങ്കരിച്ച് ഇപ്പോൾ കേരള യൂത്ത് ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീ ചാഴിക്കാടൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.
ഈ സമരത്തിന് ഈ സമ്മേളനത്തിൽ ഇവിടെ അധ്യക്ഷം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള ബത്തേരി രൂപതാധ്യക്ഷൻ എന്നുള്ളതിലുമൊക്കെ ഉപരി ഈ വയനാട്ടിലെ എല്ലാവരുടെയും പിതാവായി മാറിക്കൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാന്യനായിട്ടുള്ള ജോസഫ് മാർ തോമസ് പിതാവ്, ഇന്ന് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന MCOM ബത്തേരി രൂപതയുടെ പ്രിയങ്കരനായ നേതാവ്, എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട AB എബ്രഹാം, നമ്മുടെ മുഖ്യ വികാരി ജനറലായിട്ടുള്ള ഏറെ ആദരണീയനായ സെബാസ്റ്റ്യൻ അച്ഛൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള MCOM-ന്റെ പ്രിയപ്പെട്ട നേതാക്കൾ, ബഹുമാന്യരായ മറ്റു വൈദികർ, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട യുവജന സുഹൃത്തുക്കളെ, അതോടൊപ്പം ഇന്ന് നമ്മളോടൊപ്പം നമ്മൾ നടത്തുന്ന ഈ ഐക്യദാർഢ്യ സമരം എന്ന് പറയുന്ന ഈ സഹന സമരത്തിന് ആർക്കു വേണ്ടിയാണോ നമ്മൾ നടത്തുന്നത്, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണോ നമ്മൾ നടത്തുന്നത്, അവരുടെ പ്രതിനിധികളായിട്ട് ഇന്ന് ഈ സമ്മേളനത്തിൽ ഇവിടെ വന്നിട്ടുള്ള മുണ്ടക്കയിലും ചൂരൽമലയിൽ നിന്നുമൊക്കെ നടന്ന ആ വലിയ ദുരന്തത്തിന്റെ ഭാഗമായി നിന്ന് അതിൽ അവരുടെ പ്രതിനിധികളായി നമ്മളോടൊപ്പമുള്ള പ്രിയപ്പെട്ടവര്, ഈ സമ്മേളനത്തിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള നാട്ടുകാരെ, സുഹൃത്തുക്കൾ, യഥാർത്ഥത്തിൽ ഇന്ന് MCOM കേരള സഭയിലെ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ദൗത്യത്തിന് ഇന്ന് ഇവിടെ ഈ വയനാട്ടിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന്റെ ധാർമ്മിക ശബ്ദമായി എല്ലാ കാലവും നിന്നിട്ടുള്ള യുവതയുടെ ഈ കാലത്തെ നേതൃത്വം ഇന്ന് പ്രിയപ്പെട്ട AB എബ്രഹാമിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇവിടെ പുതിയ ഒരു സഹന സമരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ അത് കേരള സഭയിലെ പുതിയ ഒരു സമരത്തിന്റെ തുടക്കം കൂടിയായി മാറുകയാണ് എന്ന് പറയുവാനായിട്ട് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. ഇന്നിവിടെ നിൽക്കുമ്പോൾ കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഇന്ന്, ഞാൻ അഭിമന്യ പിതാവ് ഉൾപ്പെടെ ഏതാനും നിമിഷങ്ങൾക്ക് സംസാരിച്ചു, മുനമ്പം ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഭയുടെ ആളുകൾ ഇന്ന് സമരത്തിലേക്ക് വരുമ്പോൾ കേരളമെമ്പാടുമുള്ള ആളുകൾ അത്തരത്തിലുള്ള സമരത്തിന് പിന്തുണയുമായി വരുന്നുണ്ടെങ്കിൽ കേരള കത്തോലിക്ക സഭ എടുക്കുന്ന ധാർമ്മികമായ നിലപാടുകൾക്കുള്ള വലിയൊരു പിന്തുണയാണത്. ഇന്ന് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും പുഞ്ചിരിമട്ടത്തെയും ഒക്കെ ആളുകൾ നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ അവർക്ക് അർഹമായിട്ടുള്ള പല കാര്യങ്ങളും വിവിധ സാഹചര്യങ്ങളുടെ പേരിൽ ഇന്ന് അവർക്ക് ലഭ്യമാകാതെ പോകുമ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യമായി തോന്നിയത്, ഇവിടെ ഒരു ഗവൺമെന്റിനെതിരെയും ഒരു സമരമല്ല, മറിച്ച് ആ നാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. ഞാനിന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വ്യത്യസ്തമായ തലങ്ങളിൽ സംഘടനാ നേതൃത്വത്തിലൊക്കെയും നിൽക്കുമ്പോൾ ഇന്ന് യഥാർത്ഥത്തിലുള്ള ഈ മുണ്ടക്കയിലെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സമരങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ അവിടെ കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്ത് അവരുടെ യഥാർത്ഥമായ ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു സമരമാണ് ഇന്നിവിടെ MCOM നേതൃത്വം നൽകുന്നത്. അതിന് അഭിമന്യ പിതാവ് നൽകുന്ന പിന്തുണ കേരളത്തിന്റെ പൊതുസമൂഹം ഒരിക്കലും വിസ്മരിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുവാനായിട്ട് ഞാൻ ഈ ഒരു സമരം വിനിയോഗിക്കുകയാണ്. കാരണം എനിക്ക് അഭിമന്യ പിതാവിനോടൊപ്പം നടന്ന് വിവിധ കാലങ്ങളിൽ അല്ലെങ്കിൽ വിവിധ വർഷങ്ങളിൽ ഒക്കെയും നടന്നുള്ള ഒരു പരിചയമുണ്ട്. പൊതുസമൂഹത്തിന്റെ വിഷയങ്ങൾ എവിടെ ഉണ്ടാകുമ്പോഴും അവിടെയൊക്കെയും യുവജനങ്ങൾ ചലനാത്മകമാകുന്നതിന്, മുന്നിട്ടിറങ്ങുന്നതിന് ഏറ്റവും വലിയ പ്രേരണയായി കേരള സഭയിൽ തന്നെ ഒരു ബിഷപ്പ് ഉണ്ട് എങ്കിൽ അത് അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവാണ് എന്ന് പറയുവാനായിട്ട് എനിക്ക് അഭിമാനമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ നിന്ന കാലങ്ങളിലൊക്കെയും പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടുള്ള സമരങ്ങളുമായി മുന്നേറുമ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവിധമായ പിന്തുണയും പ്രോത്സാഹനവുമായി നിന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. 2019 MCOM-ന്റെ പ്രസിഡന്റായിരിക്കെ അന്ന് വലിയ രീതിയിൽ തീവ്രവാദ ആക്രമണങ്ങൾ അന്ന് ശ്രീലങ്കയിൽ നമ്മുടെ ഒരു കത്തോലിക്ക പള്ളിയിൽ ഉൾപ്പെടെ നടന്നപ്പോൾ അന്ന് ആ വിഷയത്തിൽ നമ്മുടെ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കേരളമെമ്പാടും കേരളത്തിലെ രൂപതകളിലൂടെ കടന്നു പോകുന്ന വിധത്തിൽ ഒരു സമാധാന സന്ദേശ യാത്രയ്ക്ക് ഉള്ള ആശയം നൽകുന്നതെന്നത് അഭിമന്യ പിതാവായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇങ്ങനെ അഭിമന്യ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിക്കേണ്ടുന്ന വളരെ ഗൗരവപൂർവമായിട്ടുള്ള ചില സംഗതികൾ.
ശ്രമിക്കുന്നവരുടെ കൂടെ നിൽക്കുവാനും കൂട്ടുപോകാനും എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വൈദികന് ഈ ഉപവാസ സമരത്തിന് ആശംസകളും ഐക്യദാർഢ്യവും അറിയിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രൂപതാധ്യക്ഷൻ അഭിനന്ദനീയ ഡോക്ടർ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത, രൂപതയുടെ യുവജന പ്രസ്ഥാനത്തിന് കരുത്തുറ്റ സാരഥ്യം നൽകുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ബഹുമാനായ എം.പി. ഇബ്രഹാം, കേരള കത്തോലിക്ക യുവജന പ്രസ്ഥാനത്തിന് കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി എല്ലാ മേഖലകളിലും വലിയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ ശ്രീ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന യുവജന പ്രസ്ഥാനത്തിന്റെയും സാമൂഹിക സാംസ്കാരിക മേഖലകളുടെയും കരുത്തുറ്റ നേതാക്കന്മാരെ, ഏറ്റവും ഉപരിയായി നമ്മൾക്കെല്ലാവർക്കും വേദനയുടെ നാളുകളിലൂടെ കടന്നുപോയപ്പോൾ അവയ്ക്കൊക്കെ മൂകസാക്ഷികളായി നിൽക്കേണ്ടി വന്ന മുണ്ടക്കയുടെ ആരാധ്യരായ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദസ്സിലായിരിക്കുന്ന യുവജന സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട വൈദികർ, സന്യസ്തർ, ഏറ്റവും സ്നേഹമുള്ള നല്ല നാട്ടുകാരെ, സാധാരണ നാം പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു കൂടിവരവാണ് ഇന്ന് ഈ വേദിയിൽ അരങ്ങേറിയിരിക്കുന്നത്. ആരോടും വിപ്ലവം പ്രഖ്യാപിക്കുന്നതിനോ ആരോടും സമരമുറയുടെ വിവിധ മുഖങ്ങൾ കാണിക്കുന്നതിനോ ഉള്ള ഒരു കൂടിവരവ് അല്ല. പിന്നെയോ 2024 ജൂലൈ മാസം 29-ാം തീയതി രാത്രിയിൽ കുടുംബാംഗങ്ങളൊക്കെ ഒരുമിച്ച് കൂടി അത്താഴം കഴിച്ച് TV കണ്ട് കളിയും ചിരിയും തമാശയും വീട്ടുകാര്യങ്ങളും നാളത്തെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങളുമൊക്കെ പങ്കുവെച്ച് രാത്രിയുടെ യാമങ്ങളിൽ സുഖമായി ഉറങ്ങുവാൻ പോയവർ 2024 ജൂലൈ 30 എന്നുള്ള ഒരു ദിനം കാണാതെ കടന്നുപോയതിന്റെ വേദനയിൽ ആയിരിക്കുന്ന ആ ജനത്തോട് ഹൃദയം കൊണ്ട് ഒന്നുചേരുവാൻ വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. കണ്ണും കാതും ഇതിനുമേൽ തുറക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. അടുത്തൊരു ദിനത്തിലേക്ക് ഈ സമരമോ ഈ സമരത്തിന്റെ മുഖമോ മാറുവാനായിട്ട് ഇടയാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അസല ഐക്യദാർഢ്യവും പ്രഖ്യാപിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അധികാരവർഗങ്ങളുടെ കണ്ണു തുറന്ന് ഇന്നത്തെ ദിവസം കൊണ്ട് തന്നെ ഒരു പുതിയ തീരുമാനം നമ്മുടെ പ്രിയപ്പെട്ട മുണ്ടക്കയിലെ മക്കൾക്ക് വേണ്ടി എടുക്കുവാൻ സന്നദ്ധമാകട്ടെ, സാഹചര്യം സൃഷ്ടിക്കുവാനായിട്ട് ഇടയാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആശംസകളോടും കൂടെ എന്റെ വാക്കിനെ ഞാൻ ഉപസംഹരിക്കുന്നു. ജഗദീശൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി അച്ഛൻ. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ബത്തേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ടോം ജോസ് അവരെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. MCYM-ന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രതിഷേധ റാലിയുടെയും നിരാഹാരത്തിൻ്റെയും സമരത്തിൻ്റെയും ഉദ്ഘാടകനായിരിക്കുന്ന പ്രിയ സുഹൃത്ത് ശ്രീ ചാഴികാടൻ, പ്രിയമുള്ള ബത്തേരി രൂപതയുടെ സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് പിതാവ്, പ്രിയമുള്ള എബി, ബത്തേരി രൂപതയുടെ മുഖ്യ വികാരി ജനറൽ സെബാസ്റ്റ്യൻ, അതോടൊപ്പം വേദികൾ സദസ്സിലുമുള്ള പ്രിയമുള്ള യുവജന സുഹൃത്തുക്കളെ, പ്രിയമുള്ള വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഈ വർഷം നമ്മുടെ വയനാട്
രണ്ട് ദുരന്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഒന്ന്, നമ്മളെല്ലാവരും ഇപ്പോൾ പരാമർശിക്കുന്ന നമ്മുടെ മുണ്ടക്കൈയിലുണ്ടായിരിക്കുന്ന ഉറങ്ങിക്കിടന്നിരുന്ന നിരവധി പേര് മണ്ണിനോടും ജലത്തോടും കല്ലിനോടുമൊപ്പം ഛിന്ന ഭിന്നമായി മണ്ണിൻ്റെ ആഴങ്ങളിലേക്ക് പോയ ഒരു ദിവസം. പിന്നീട് നമുക്കുണ്ടായിരിക്കുന്ന ഒരു ദുരന്തം ഇന്നിപ്പോൾ നമ്മളിവിടെ വന്നിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ട സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, നഷ്ടപ്പെട്ട കിടപ്പാടം ലഭിക്കുന്നതിന് വേണ്ടി, ഒരു ജീവിത മാർഗം തുറന്നു കിട്ടുന്നതിന് വേണ്ടി, ചികിത്സ നടത്തുന്നതിന് വേണ്ടി, തുടർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു സമരമുഖത്തേക്ക് ഇറങ്ങാൻ മാത്രം വിധിക്കപ്പെട്ടവരായി നമ്മുടെ വയനാട്ടിലെ ജനത മാറിയിരിക്കുന്നു. അതിനും വലിയ ദുരന്തമല്ല ജൂലൈ 30 എന്ന് പറയേണ്ടി വരുന്നു. നമ്മുടെ അവകാശങ്ങൾ മൗലിക അവകാശങ്ങളായി സംരക്ഷിക്കപ്പെടുന്ന ഭരണഘടനയുള്ള നാട്ടിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് കിടപ്പാടത്തിനായി നാം തെരുവിലിറങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തം. MCYM പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആവശ്യവുമായി മുന്നിട്ടിറങ്ങുവാൻ ഏറ്റവും അർഹതയുള്ള പ്രസ്ഥാനം കൂടെയാണ്. കാരണം മുണ്ടക്കൈയിലെ ദുരന്തമുണ്ടായ ആദ്യ മണിക്കൂറുകളിൽ തന്നെ അവിടെ എത്തിയ ചിലരിൽ പ്രധാനപ്പെട്ടവരാണ് MCYMന്റെ നേതൃത്വം, എബിയും അതോടൊപ്പം ശ്രേയസിന്റെ ഡേവിഡച്ചനും ഉൾപ്പെടെയുള്ളവർ. ഒരു നിമിഷം പോലും കളയാതെ കർമ്മ ഉത്സുകരായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് ഇന്നും ഇപ്പോഴും, കഴിഞ്ഞ ദിവസവും ശ്രേയസിൽ ചെന്നിരുന്നു, അവിടെ ഇപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ബത്തേരി ബിഷപ്പിൻ്റെ നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഈ സമരം ചെയ്യുവാൻ അർഹതപ്പെട്ടവരാണ്. നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുവാനും അതിൽ നിന്ന് നേടിയെടുക്കാനുള്ളവ രാഷ്ട്രീയവും മതവും ജാതിയും ചിന്തയും നാടും മറന്ന് നേടിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നടത്തുവാൻ തീരുമാനിച്ചതിന് ശേഷം ഞങ്ങളെ ക്ഷണിക്കാൻ വേണ്ടി വിളിച്ചു. ഞങ്ങളിതിൽ വളരെ നന്ദിയോടുകൂടിയാണ് ഈ ഒരു സമരത്തെ കാണുന്നത്. കാരണം ജൂലൈ 30-നുണ്ടായ ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടപ്പെട്ടു. ജീവനോപാധികളും വീടും എല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന ഒരു ചിന്തയിലുള്ള ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടൊന്നാകെ ഞങ്ങൾക്ക് തന്ന ആ പിന്തുണ അത് വളരെ വളരെ വലിയ കാര്യമാണ്. അതിൽ ഈ MCYMന്റെ പങ്കും വളരെ വലുതാണ്. ഇനിയും ഈ 4 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് വേണ്ട നല്ല രീതിയിലുള്ള ഒരു പുനരധിവാസം നടക്കാതെ ഇരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുനരധിവാസം എത്രയും വേഗത്തിലാക്കണമെന്ന് ആവശ്യവുമായി നിങ്ങൾ നടത്തുന്ന ഈ ഉപവാസ സമരം ഞങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് തുല്യമാണ്. നമുക്കറിയാം, ഉരുൾപൊട്ടിയതിനു ശേഷമുണ്ടായ ആ നിമിഷം മുതൽ പുലർച്ചെ ഞങ്ങളെല്ലാം അവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് ആ ഉരുൾപൊട്ടിയ സമയത്ത് പാതിരാത്രിയിലായതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു ചിത്രം ഞങ്ങളുടെ കയ്യിൽ ഇല്ലായിരുന്നു. പക്ഷേ പുലർച്ചയ്ക്ക് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു 3 പ്രദേശം കാണുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ വ്യാപ്തി എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ പിന്നെ നമുക്ക് മനസ്സിലായി, ഞങ്ങളൊക്കെ വിളിക്കുകയായിരുന്നു നമ്മുടെ അടുത്ത ആളുകളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അയൽവാസികളെ ഒക്കെ ഫോണിൽ ബന്ധപ്പെടുകയാണ്. പല ആളുകളുടെ ഫോണും സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു, പല ആളുകളുടെ ഫോണും ബിസി, നമ്മൾ എത്ര വിളിച്ചാലും കിട്ടുന്നില്ല, ബിസിയാണ്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ
സന്തോഷിച്ച നിമിഷങ്ങളുണ്ട്. കാരണം ഞാൻ എൻ്റെ സഹോദരിയെ ഫോണിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്പർ ബിസിയാണ് പറയുന്നത്. എനിക്ക് ഫോണിൽ കിട്ടിയിട്ടില്ലെങ്കിലും എവിടെയെങ്കിലും രക്ഷപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷയിൽ അങ്ങനെ നിരവധി ആളുകൾ പക്ഷേ പിന്നീടാണ് മനസ്സിലായത് എല്ലാ ആളുകളും ഒരുമിച്ച് വിളിക്കുമ്പോൾ അതങ്ങനെ ഫോൺ ബിസിയായി കാണിക്കുന്നതാണ്. അതെല്ലാം പിറ്റേ ദിവസം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് മനസ്സിലായത്. എല്ലാം കഴിഞ്ഞു. ഇതുവരെ ഞങ്ങളുടെ സഹോദരങ്ങളായിട്ടുള്ള 43 പേരെ ഇനിയും കണ്ടുകിട്ടാനുണ്ട്. DNA സാമ്പിളുകൾ വിവിധ ലാബുകളിൽ ടെസ്റ്റിന് വേണ്ടി അയച്ച് അതിന് വെയിറ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ ദുരന്തം ബാധിച്ച ആളുകളുടെ കൂട്ടായ്മയായ ജനകീയ സമിതി നിരന്തരം സർക്കാരുമായിട്ടും അധികാരികളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഈ DNA ടെസ്റ്റ് റിപ്പോർട്ട് വരുന്നതിന് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ വയ്യ. കാരണം അങ്ങനെ DNA ടെസ്റ്റുകളിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരുന്ന രൂപത്തിലുള്ള ബോഡികളല്ല കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അതുപോലെ തന്നെ കളക്ടർക്കും ഉൾപ്പെടെ നിവേദനങ്ങളിൽ കൊടുത്ത അതേ ഒരു ആവശ്യം ഞാൻ ഇന്ന് ഇവിടെ സർക്കാരിലേക്ക് അറിയിക്കുകയാണ്. കാരണം ഈ 43 പേരെ മരിച്ചതായി കണക്കാക്കി അവരുടെ മരണ സർട്ടിഫിക്കറ്റ് അവരുടെ ബന്ധുക്കൾക്ക് കൊടുത്ത് അവർക്ക് കിട്ടേണ്ട സർക്കാരിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാനുള്ള അവസരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സർക്കാരിനോട് ഓർമ്മിപ്പിക്കാനുള്ളത്. പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം 2 ഭൂമികളാണ് സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഒന്ന് കൽപ്പറ്റയിലുള്ള എൽസ്റ്റൺ എസ്റ്റേറ്റും മറ്റൊന്ന് മേപ്പാടിയിലുള്ള HML എസ്റ്റേറ്റിന്റെ ഭാഗമായിട്ടുള്ള നെടുമ്പാല. ഈ 2 ഭൂമി സർക്കാർ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഏറ്റെടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. കാരണം ഡിസാസ്റ്റർ ആക്ട് പ്രകാരം ഭൂമി ഏറ്റെടുക്കാൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിയമം വേണമെന്ന് പല നിയമോപദേശം ഞങ്ങളും തേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 തോട്ട ഉടമകളും
അതിനെതിരെ ഹൈക്കോടതിയിൽ കേസിന് പോയി. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഈ 4 മാസമായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നത്. ഇനിയും അനന്തമായി നീളുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചത് താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. പ്രഖ്യാപിച്ചിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ടൗൺഷിപ്പാണ്. ആ ഒരു ടൗൺഷിപ്പിൻ്റെ പണി എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. മറ്റ് പറയാനാണെങ്കിൽ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി, ഞങ്ങളുടെ പുനരധിവാസം ഏറ്റവും വേഗത്തിലാക്കുവാൻ വേണ്ടി ഇന്ന് ഇവിടെ ഏകദിന ഉപവാസം സമരം നടത്തുന്ന MCYM-ന്റെ സാരഥികൾക്ക് എല്ലാവിധ ആശംസയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.